അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് എൻ്റെ കോൺടാക്റ്റ് കണ്ടുപിടിച്ച് എനിക്ക് മോർണിംഗ് മെസ്സേജസ് അയക്കാൻ തുടങ്ങി. ആ മെസ്സേജസ് എല്ലാം വളരെ മോട്ടിവേഷണൽ മെസ്സേജസ് ആയിരുന്നു. ഈ വ്യക്തിയെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്യാതറിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും എൻ്റെ കോൺടാക്റ്റ് കണ്ടുപിടിച്ച് എനിക്കിങ്ങനെ മെസ്സേജസ് അയക്കാൻ തോന്നിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നും പതിവ് പോലെ മെസ്സേജ് വന്നതിൽ ഒരെണ്ണം എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നി. അതും ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഹാപ്പി ലൈഫ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകണം. അതല്ലാതെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി വ്യക്തികളെയോ മറ്റ് വസ്തുക്കളെയോ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഡിഷ് ഒരു പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. പാവയ്ക്ക തോരന് വേണ്ടി ഞാൻ 3 മീഡിയം സൈസ് പാവയ്ക്ക എടുത്ത് നന്നായി കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഞാൻ അതിനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഏകദേശം എരിവുള്ള പച്ചമുളകിനാണ് ഞാൻ ഒന്നെടുത്തത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് കോഴ്സായിട്ട് അരച്ച് വയ്ക്കണം. ഇതെല്ലാം കൂടാതെ ഒരു തണ്ട് കറിവേപ്പിലയും 2 ചുമന്ന മുളകും 5 ചെറിയ ഉള്ളി, അതിനെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും എടുത്തിട്ടുണ്ട്. പാവയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നേരത്തെ വെച്ചിരുന്ന 2 ചുമന്ന മുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട്, അത് കഴിഞ്ഞ് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വയ്ക്കണം. ഇതിലൂടെ ഒരു അല്പം ഉപ്പിടാം. കാര്യം ഉപ്പ് നമ്മൾ നേരത്തെ പാവയ്ക്കയിൽ ഇട്ടതുകൊണ്ട് ഇതിന് വെറുതെ ഉള്ളി ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. ഇട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് ഉള്ളി കുക്കായി വരും. അതുകൊണ്ടാണ് സോൾട്ട് ഇടാമെന്ന് പറഞ്ഞത്. ഒരു പേരിന് വേണ്ടി ഇട്ടാൽ മതി, കാര്യം ഓൾറെഡി നമ്മൾ പാവയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക നല്ലതുപോലെ പിഴിഞ്ഞ് ആ വെള്ളമെല്ലാം കളഞ്ഞ്, ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടണം. ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഏകദേശം 5 മിനിറ്റായി. പാവയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കോഴ്സായിട്ട് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് നന്നായി മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോ ആയിട്ട് നല്ലപോലെ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഇങ്ങനെ ഇട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി. ഇപ്പോൾ എല്ലാം നല്ല കുക്കായിട്ടുണ്ട്, പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും തണുക്കുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അത് സോഗിയായി പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. പാവയ്ക്ക തോരൻ റെഡിയായി. ഈ പാവയ്ക്കയിലെ കയ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഉപ്പിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിഴിഞ്ഞ് കളയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലും കയ്പ് കുറച്ച് ബാക്കി നിൽക്കും. എന്നിരുന്നാലും അത് മാനേജബിളാണ്. പലരും പല രീതിയിൽ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കും. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ടും എളുപ്പമുള്ളതായിട്ടും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഡു ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി അടുത്ത ഡിഷുമായി വരുന്നവരെ ബൈ ബൈ.